സഞ്ചാരിയുടെ മറ്റൊരു യാത്രയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ യാത്ര സുനിൽസർ തടാകത്തിലേക്കാണ്. ജമ്മുവിൽ നിന്നും റോഡ് മാർഗം 42 കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന കുന്നുകളും ഇടതൂർന്ന വനങ്ങളും ചുറ്റപ്പെട്ടിരിക്കുന്ന കൂടാതെ ചില പുരാതന പ്രാധാന്യവുമുള്ളതാണ് സുനിൽസർ തടാകം. സുനിൽസർ തടാകത്തിൽ നിന്നും 9 കിലോമീറ്റർ അകലെയാണ് മാനസർ തടാകം സ്ഥിതി ചെയ്യുന്നത്. അതിനാൽ തന്നെ ഇതിനെ ഇരട്ട തടാകങ്ങളായി കണക്കാക്കപ്പെടുന്നു. 2 തടാകങ്ങൾക്ക് നടുവിലാണ് സുനിൽസർ മാനസർ വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്നത്. നമ്മൾ പോയപ്പം കുരങ്ങിനെ മാത്രമേ കാണാൻ പറ്റുകയുള്ളൂ. പോകുന്ന വഴിയിലെല്ലാം ഒരുപാട് കുരങ്ങും അതിൻ്റെ കുട്ടികളുമൊക്കെ ആയിട്ട് ഇരിക്കുന്നതാണ്. മറ്റ് വന്യജീവികളെ ഒന്നും നമുക്ക് കാണാൻ സാധിച്ചില്ല ഈ യാത്രയിൽ. നമ്മൾ ജമ്മുവിൽ നിന്ന് ഏകദേശം 4:30 പുറപ്പെട്ടത് ഈവനിങ്. സുനിൽസർ തടാകത്തിന് മുമ്പുള്ള ആദ്യത്തെ ഒരു വ്യൂ പോയിന്റിലാണ് നമ്മളിപ്പോൾ വന്ന് നിൽക്കുന്നത്. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഈ മലനിരകൾക്കിടയിൽ തവി റിവറിനെ ക്രോസ് ചെയ്ത് ഉധംപൂരിലേക്കുള്ള ഒരു റെയിൽവേ പാതയും ഒക്കെ കാണാം. ഈവനിങ് ടൈമിൽ നല്ല ഭംഗിയുള്ളൊരു കാഴ്ചയാണ് ഇവിടെ നിന്ന് കാണാൻ സാധിക്കുന്നത്. സൂര്യപുത്രിയാണ് തവി റിവർ. തവി നദി ഇന്ത്യയിലെ ജമ്മു കാശ്മീരിലെ ചെനാബ് നദിയുടെ ഒരു പ്രധാന പോഷക നദിയാണ്. ഈ നദിക്ക് പ്രാദേശികമായി ജനങ്ങൾ മതപരമായും ഒരുപാട് പ്രാധാന്യം നൽകുന്നുണ്ട്. പുരാതന ഹിന്ദു ഗ്രന്ഥമായ വിഷ്ണുധർമ്മോത്തര പുരാണത്തിൽ ഇതിനെപ്പറ്റി പരാമർശിക്കുന്നു. പ്രാദേശിക ഐതിഹ്യമനുസരിച്ച് രാജാവ് രാജപോഹദേവൻ തൻ്റെ രോഗിയായ പിതാവിനെ ചികിത്സിക്കുവാൻ നദി ജമ്മുവിലേക്ക് കൊണ്ടുവന്നെന്നാണ് ഐതിഹ്യം. ജമ്മു കാശ്മീരിലെ ദോഡ ഡിസ്ട്രിക്റ്റിൽ നിന്നും ഉത്ഭവിച്ച് പാകിസ്ഥാനിലെ ചെനാബ് നദിയുമായി ലയിക്കുന്നു. ഏകദേശം 150 കിലോമീറ്റർ നീളമുള്ള ഈ നദി ജമ്മു നഗരത്തെ 2 ഭാഗങ്ങളായി വിഭജിക്കുന്നു. ജമ്മു നഗരത്തിൻ്റെയും ഉധംപൂർ പട്ടണത്തിൻ്റെയും പ്രധാന കുടിവെള്ള സ്രോതസ്സു കൂടിയാണ് ഈ നദി. നമ്മളിവിടെ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്തതിന് ശേഷം വീണ്ടും യാത്ര തുടങ്ങി.
ഇതൊരു മലയോര പ്രദേശം ആയതുകൊണ്ട് തന്നെ ഇവിടുത്തെ കൂടുതൽ ആൾക്കാരും ഉപജീവനത്തിനായിട്ട് പശുക്കളെയും കൃഷിയൊക്കെ ചെയ്തിട്ടാണ് ജീവിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ റോഡിലൊക്കെ ഒരുപാട് പശുക്കളെ കാണാം. ഇവിടെ നമ്മുടെ നാട്ടിലെ പോലെ പശുക്കളെ കെട്ടിയിട്ടൊന്നും അല്ല വളർത്തുന്നത്, അതിനെ ഇങ്ങനെ അഴിച്ചു വിട്ടിരിക്കുകയാണ്. ലോക്കൽ ലാംഗ്വേജിൽ ഇതിനെ ഗുജ്ജർ എന്ന് പറയും. ഗുജ്ജർ എന്ന് പറയുന്ന ആൾക്കാരാണ് ഈ പശുവിനെ വളർത്തുന്നത്. അപ്പോൾ നമ്മുടെ വണ്ടിയുടെ മുമ്പിൽ ഒരു പശു വന്നു. കുറച്ച് ദൂരം പിന്നിട്ട് നമ്മൾ വരുമ്പം നമ്മൾ ഈ വന്യജീവി കേന്ദ്രത്തിൽ കാണാൻ സാധ്യതയില്ലാത്ത, അതായത് ഈ രാജസ്ഥാനിലൊക്കെ കാണുന്ന തരം ഒരു വന്യജീവി ഇവിടെ കണ്ടു. അതെ, ഒട്ടകം. അപ്പം വളരെ രസമുണ്ട് അതിനെ കാണാൻ. കാണാൻ കൗതുകം തോന്നുന്ന രീതിയിലാണ് അതിനെ ഒരുക്കി വെച്ചിരിക്കുന്നത്. അപ്പം മാലയൊക്കെ ഇട്ട് കാലയിലൊരു പാദസരം പോലെ ഇങ്ങനെ കിളിങ്ങി. അപ്പോൾ ഒരു കൗതുകം തോന്നി ഞാൻ വണ്ടി നിർത്തിയിട്ട് അതിൻ്റെ അടുത്തേക്ക് ചെന്നു. അപ്പം അത് നോക്കുന്ന ഒരാളുണ്ട്. ആളുടെ അടുത്ത് ആ ഒട്ടകത്തെ പറ്റി ഞാൻ ചോദിച്ചു. അപ്പം മന്ദാകിനി എന്നാണ് ഇതിൻ്റെ പേര്. അപ്പം മന്ദാകിനി രാജസ്ഥാനിൽ തന്നെയാണ്, രാജസ്ഥാനിൽ നിന്ന് കൊണ്ടുവന്നാണ് ഇയാളിവിടെ. അപ്പോൾ ഞാൻ ചോദിച്ചു ഇതിനെ എങ്ങനെയാണ് ഇതിൻ്റെ. അപ്പോൾ ഇവിടെ ഇതിൻ്റെ മുകളിൽ കുറച്ച് തുറസായ സ്ഥലമുണ്ട്. അപ്പോൾ അതിൽ കയറ്റി ഒരു 2 റൗണ്ട് ഇങ്ങനെ റൗണ്ട് അടിപ്പിക്കുക. അതിൽ നമ്മൾക്ക് ഇവിടെ വരുന്ന സഞ്ചാരികളെ കൊണ്ട് ഒന്ന് കറങ്ങാൻ വേണ്ടിയിട്ട്, ഇപ്പോൾ ഒട്ടകത്തിൻ്റെ പുറത്തൊക്കെ കയറാനുള്ള ആഗ്രഹമുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് കൊണ്ടുവന്നതാണ്. അപ്പോൾ 100 രൂപയാണ് അതിന് ചാർജ്. പിന്നെ നമ്മൾ അതൊക്കെ കണ്ട് വെളിയിലിറങ്ങി. അപ്പം നമുക്ക് കാണാൻ പറ്റും മലകൾക്ക് ഇടയിൽ, അതായത് നമ്മൾ വന്ന റോഡിലൂടെ ബസ്സുകളും കാറുകളും ഒക്കെ വരുന്നത് വളരെ വിദൂരത്ത് നിന്ന് നമുക്ക് കാണാം. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ പിന്നിട്ട് മുമ്പോട്ട് വരുമ്പം ഇപ്പോൾ ഇവിടെ നിന്നാണ് സുനിർസറിലേക്കും മാനസറിലേക്കും തിരിയുന്നത്. നമ്മൾ ആദ്യം പറഞ്ഞ ആ 2 ലേക്കുകൾ. അപ്പം നമ്മളിവിടുന്ന് മാനസറിലേക്ക് പോകുന്നില്ല, സുനിർസറിലേക്കുള്ള വഴിയിൽ തിരിഞ്ഞു ഇറങ്ങി. ഇതാണ് ഇറങ്ങിയൊരു എൻട്രൻസ് ആണ്. അപ്പോൾ 2 സൈഡിലും വീടുകളൊക്കെ ഉണ്ട്. നമ്മൾ സുനിർസറിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. ഇപ്പോൾ സമയം ഏകദേശം 6:30 അപ്പോൾ 2 മണിക്കൂർ എടുത്തു. നമ്മൾ 4:30 ആയപ്പോൾ ഇറങ്ങിയാണ് ജമ്മുവിൽ നിന്ന്. 6:30 ആയപ്പോഴത്തേക്ക് ഇവിടെ എത്തി. സുനിർസർ തടാകത്തിൻ്റെ ഒരു ചരിത്രം എന്ന് പറയുന്നത്, ഹിന്ദു പുരാണം അനുസരിച്ച് ഈ തടാകത്തിൻ്റെ ഉത്ഭവം മഹാഭാരതത്തിലെ യോദ്ധാവായ അർജുനനുമായി ബന്ധപ്പെട്ടാണ്. അർജുനൻ്റെ പുത്രൻ
ഒരു ദിവ്യാസ്ത്രം അയക്കുകയും ഭൂമിയിൽ നിന്ന് ഒരു ഉറവ പൊട്ടി സുരിത്സർ തടാകമായി മാറിയെന്നും വിശ്വസിക്കുന്നു. നമ്മൾ വന്ന സമയത്ത് വലിയ തിരക്കൊന്നുമില്ല, കുറച്ച് പേരൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവർ അവിടെ നിന്ന് ഫോട്ടോ എടുക്കുകയും ഇവിടുത്തെ ഏറ്റവും മനോഹരമായൊരു കാഴ്ചയാണിത്. ഒരുപാട് മീനുകളെ നമുക്കിവിടെ കാണാൻ സാധിക്കും. ഈ മത്സ്യങ്ങൾ മാത്രമല്ല, ജലജന്തുക്കൾ, സസ്യങ്ങൾ, പക്ഷി മൃഗാദികൾ എന്നിവയാൽ സമൃദ്ധമാണ് ഈ സ്ഥലം. ഈ തടാകത്തിന്റെ നടുവിലായിട്ട് ഒരു ചെറിയ ദ്വീപുണ്ട്. ആയിരക്കണക്കിന് വവ്വാലുകളുടെ ആവാസ കേന്ദ്രമാണ് ആ ദ്വീപ്. നമുക്കിവിടെ നോക്കുമ്പോൾ കാണാം ബോട്ടിങ്ങിനൊക്കെ ആൾക്കാർ പോകുന്നു. ഇവിടെ വരുന്ന സഞ്ചാരികളെല്ലാം ഇതിന് ഭക്ഷണം കൊടുക്കുന്നത് പതിവാണ്. അതൊരു പുണ്യകർമ്മമായിട്ടാണ് ഇവിടെ കണക്കാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനെ ആരും ഉപദ്രവിക്കുകയോ പിടിക്കുകയോ അങ്ങനെയൊന്നുമില്ല. കൂടുതലും ഗോതമ്പാണ് ഇവിടെ കൊടുക്കുന്നത്. അപ്പോൾ അത് കഴിക്കാൻ വേണ്ടിയിട്ട് എല്ലായിടത്തു നിന്നും വന്ന് കരയിലേക്ക് വരും. നല്ല ഭംഗിയാണ് അത് കാണാൻ നമുക്ക് തന്നെ. തടാകത്തിൻ്റെ അരികിൽ കുറച്ച് സമയം സ്പെൻഡ് ചെയ്തിട്ട് എൻ്റെ ഓരത്തോട് ചേർന്ന് കുറച്ച് മുമ്പോട്ട് നടക്കണം. അപ്പോൾ ഇവിടെ ഒരുപാട് റെസ്റ്റോറൻറ്റുകളുണ്ട്, കുറച്ച് സ്ട്രീറ്റ് ഫുഡും അല്ലാതെ കിട്ടും. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോവാണ്.
ഇത് മാത്രമല്ല, ഇവിടെ ബോട്ടിങ്ങിനുള്ള സൗകര്യമുണ്ട്. 300 രൂപയാണ് ബോട്ടിങ്ങിൻ്റെ ചാർജ്. പെഡലുള്ള ഒരു ടൈപ്പ് ബോട്ടാണ്. അപ്പോൾ ഇവർ വേണമെങ്കിൽ ഇവരും നമ്മളുടെ കൂടെ വരും. അങ്ങനെയാണെങ്കിൽ 400 രൂപ. അല്ല നമ്മൾ തന്നെ പോകാനാണെങ്കിൽ 300 രൂപ. നമുക്ക് പോയി കഴിഞ്ഞാൽ ആ ഒരു അതിൻ്റെ സെൻട്രലായിട്ടുള്ള ഒരു ദ്വീപൊക്കെ കണ്ടിട്ട് തിരിച്ചു വരാം. നമ്മളിവിടെ അടുത്തൊരു റെസ്റ്റോറൻറ്റിൽ വന്നിരിക്കുകയാണ്. അതല്ലാതെ ഇവിടെ ഒരുപാട് ആക്ടിവിറ്റീസിൻ്റെ ഒക്കെ സ്ഥലങ്ങളൊക്കെ ഉണ്ട്. നമ്മളപ്പം ഇപ്പോൾ ഇവിടെ ഒന്നും അത്ര ആൾക്കാരൊക്കെ വളരെ കുറവായതുകൊണ്ട് ഒന്നും വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നില്ല. നമ്മൾ അവിടെയൊക്കെ ഒന്ന് നടന്ന് കണ്ട് ഒരു റെസ്റ്റോറൻറ്റിലേക്ക് പോവാണ്. ഇവിടെ നമ്മളൊരു മാഗിയും ഫ്രഞ്ച് ഫ്രൈസുമാണ് ഓർഡർ ചെയ്തത്. രണ്ടും കൊള്ളത്തില്ലായിരുന്നു, വളരെ മോശമായിരുന്നു. പക്ഷെ ഇവിടെ നിന്നുള്ളൊരു വ്യൂ ആംബിയൻസും ഒക്കെ ഒരു രക്ഷയില്ല, അടിപൊളിയായിരുന്നു. ഞങ്ങൾ തിരിച്ച് ജമ്മുവിലേക്ക് യാത്രയാകാണ്. പുതിയ വീഡിയോയ്ക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.